വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. കാൽക്കുലസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സോ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട ചില ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും അടുത്ത സെക്ഷനുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് വൺ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസ് നമ്മൾ പഠിച്ചിരുന്നു. ഒരു ഫംഗ്ഷന് മാക്സിമം, അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ ദിസ് വാസ് ദ റിസൾട്ട്. ഓക്കെ, അപ്പം സോ ദ റിസൾട്ട് വാസ് let f be a function defined on some interval I subset of R, then f has an extrema at an interior point in I. That point is denoted as A. Then f dash of A should be equal to 0. So the result was, നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഇൻ്റർവെൽ ഐ എന്ന് പറയുന്ന ഇൻ്റർവെൽ. എഫിന് ഈ ഇൻ്റർവെല്ലിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാക്സിമം ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എഫ് ഓഫ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എല്ലാത്തിനേക്കാളും വലുതാണ് എഫ് ഓഫ് എയുടെ വാല്യൂ എങ്കിൽ എഫിന് എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം ഉണ്ട്. അതുപോലെ തന്നെ എഫിന് മിനിമം എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ഇപ്പം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡിഫൈൻഡ് ഓൺ -1 എക്സ് ബിലോങ്സ് ടു. ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഫംഗ്ഷൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് 1-ലാണ്. സോ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ആണ് മാക്സിമം. ഓക്കെ, കാരണം 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം എഫ് ഓഫ് -1-ലാണ്. ഏറ്റവും മിനിമം വാല്യൂ -1 ആണ്. സോ ഇതിൻ്റെ മാക്സിമം വാല്യൂ അറ്റ് 1, മിനിമം വാല്യൂ ഇസ് അറ്റ് -1. സിമിലർലി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വേർ എക്സ് ബിലോങ്സ് ടു -1 ഇങ്ങനെയാണെന്നുള്ളൂ. എക്സ് സ്ക്വയർ എപ്പോഴും പോസിറ്റീവാണ്. സോ ഇതിൻ്റെ മിനിമം അറ്റൈൻ ചെയ്യുന്നത് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എപ്പോഴും. സോ 0 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും ഇതിൻ്റെ മിനിമം അറ്റൈൻ ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 വിച്ച് ഷുഡ് ബി ദ മിനിമം. ഓക്കെ, സോ ഇങ്ങനെ മാക്സിമവും മിനിമം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ പോയിന്റ്സ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ -1 1 എന്ന ഇൻ്റർവെൽ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഒരു പോയിൻ്റാണ് 0. ഓക്കെ, സോ വിച്ച് മീൻസ് അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ഇൻറ്റീരിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈൻ്റെ ഉള്ളിൽ ഉള്ള പോയിന്റ്സ് ആണ്, അതിൻ്റെ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് അല്ല. ഈ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് ആണ് -1 1. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടുത്തെ കേസിൽ എന്താണ്, ബൗണ്ടറിയിലാണ് ഈ രണ്ട് പോയിന്റ്സ് ഉള്ളത്. -1 ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് ആണ്, 1 ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് ആണ്. സോ ഇങ്ങനെ ഇൻറ്റീരിയർ പോയിന്റ്സിലാണ് ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉള്ളതെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. ദിസ് ഈസ് ദ തിയറം. അതായത് എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷന് ആ ഇൻ്റർവെല്ലിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദിസ് ഈസ് ദ ഐഡിയ. ഇനിയും ഇത് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം മിനിമവും കണ്ടുപിടിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ മാക്സിമം മിനിമം ഉണ്ടാകണമെങ്കിൽ ആ പോയിന്റ് ഇൻറ്റീരിയർ പോയിന്റ്സും ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആയിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആയ പോയിന്റ്സ് കണ്ടെത്തിയതിന് ശേഷം അത് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് മാക്സിമം മിനിമം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദിസ് ഈസ് ദ ഐഡിയ. ഇതിനെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്തത്.
ഓക്കെ. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിലല്ല മാക്സിമം മിനിമം, ഇവിടെ എൻ പോയിൻറ്റ്സിലാണ് മാക്സിമം മിനിമം. സോ അതുകൊണ്ട് തന്നെ എൻ പോയിൻറ്റ്സിൽ മാക്സിമം മിനിമം ആകുന്ന കേസിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആ പോയിൻറ്റ്സിൽ 0 ആകണമെന്നില്ല. ഓക്കെ, കാരണം ഇവിടെ എൻ പോയിൻറ്റ്സ് ആയ -1ലും 1ലുമാണ് മാക്സിമം മിനിമം ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നത്. ഇവിടെ പറയുന്ന റിസൾട്ട് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ മാത്രം ആ ഫംഗ്ഷൻ ആ പോയിൻറ്റിൽ ഡെറിവേറ്റീവ് എന്തായാൽ മതി, 0 ആയാൽ മതി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ f' ഈസ് ആക്ച്വലി 2x. ഓക്കെ, 2x 0 ആകണോ, x ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആയിരിക്കണം. സോ f' ഈസ് ഈക്വൽ ടു എന്താണ്, 0 തന്നെയാണ്. സോ ഇവിടെ മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റാണ് 0, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന പോയിൻ്റാണ് മിനിമം അറ്റൈൻ ചെയ്യുന്നത്, അവിടെ ഡെറിവേറ്റീവ് എന്താണ്, 0. സോ ദ റിസൾട്ട് ഈസ് വാലിഡ്. ഇവിടെ f' എടുക്കുകയാണെങ്കിൽ f' ഈസ് ഈക്വൽ ടു എപ്പോഴും എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1. പക്ഷേ ഇവിടെ 1ഉം, അപ്പോൾ ഡെറിവേറ്റീവ് എന്തല്ല, 0 അല്ല. പക്ഷേ ഇവിടെ എൻ പോയിൻറ്റ്സിലാണ് ഫംഗ്ഷൻ എന്തുള്ളത്, മാക്സിമം മിനിമം ഉള്ളത്. സോ അതുകൊണ്ടും നമ്മുടെ റിസൾട്ട് വയലേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ റിസൾട്ട് പറയുന്നത് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഡെറിവേറ്റീവ് 0 ആയാൽ മതി എന്നാണ് നമ്മുടെ റിസൾട്ട് പറയുന്നത്. ഇവിടെ എൻ പോയിൻറ്റ്സിലാണ് മാക്സിമം മിനിമം ഉള്ളത്. സോ എൻ പോയിൻറ്റ്സിൻ്റെ കാര്യം ഇവിടെ ചെക്ക് ചെയ്യുന്നതേ ഇല്ല. സോ ദിസ് ഈസ് ദ ഐഡിയ റിഗാർഡിംഗ് ദ മാക്സിമം ആൻഡ് മിനിമം ഓഫ് ഫങ്ഷൻസ് വിത്ത് വൺ വേരിയബിൾ. സിംഗിൾ വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ്റെ കേസിൽ മാക്സിമവും മിനിമവും ഡെറിവേറ്റീവ് കടിച്ച് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്ക് ഫങ്ഷൻസ് വിത്ത് മോർ ദാൻ വൺ വേരിയബിൾ, ഓക്കെ, 2 വേരിയബിൾ ഉള്ള കേസിൽ, എസ്പെഷ്യലി 2 വേരിയബിൾ ഉള്ള കേസിൽ നമുക്ക് മാക്സിമം മിനിമവും കണ്ടെത്തണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ദ എക്സ്ട്രീമ ഓഫ് ഫങ്ഷൻസ് വിത്ത് മോർ ദാൻ വൺ വേരിയബിൾ. എസ്പെഷ്യലി 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ്റെ കേസിൽ, അല്ലെ മാക്സിമം, എക്സ്ട്രീമ എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം അല്ലെങ്കിൽ മിനിമം. ഇങ്ങനെ 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ്റെ കേസിൽ, അതായത് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ R² എന്നൊരു സബ്സെറ്റായ, അതായത് എഫ് ഈസ് ടേക്കിംഗ് എനി XY ഓൺ ടു സം റിയൽ നമ്പർ എ അല്ലെങ്കിൽ സം റിയൽ നമ്പർ Z. ദാറ്റ്സ് ദ ഐഡിയ. അതായത് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് XY, ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ്റെ കേസിൽ ഉള്ള ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും ആണ് നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഇതിൻ്റെ ഡൊമൈൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. സോ 2 കമ്പോണൻസ് ഉണ്ടെങ്കിൽ വി ഷുഡ് ബി എ പ്ലെയിൻ, കാരണം X ആക്സിസും ഉണ്ട് Y ആക്സിസും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി എ പ്ലെയിൻ, ക്ലിയർലി ഇറ്റ് ഷുഡ് ബി എ പ്ലെയിൻ. അപ്പം ഈ പ്ലെയിൻ്റെ അകത്തെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ. ഓക്കെ, അതിനെ നമുക്ക് റീജിയൻ എന്ന് പ്രധാനമായിട്ടും ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒരു റീജിയൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷന് മാക്സിമം ആണ് അല്ലെങ്കിൽ മിനിമം ആണ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഡെറിവേറ്റീവ് വെച്ച്, ഇവിടെ ഫുൾ ഡെറിവേറ്റീവ്സ് ഇല്ല, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വെച്ച് എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അതിനു മുമ്പ് ഈ ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്താണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ഡെഫിനിഷൻ. So let f be a function defined on a region R containing the point AB. AB എന്ന് പറയുന്ന പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയൻ എന്ന് വെച്ചാൽ XY പ്ലെയിൻ, ഈ പ്ലെയിൻ്റെ സബ്സെറ്റ് ആണ്. അങ്ങനെ ഒരു റീജിയണിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ ബി ഇസ് ദ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് എഫ് if f of AB greater than or equal to f of XY for all points XY in an open disk centered at AB. അതായത് എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് എഫിന് ലോക്കൽ മാക്സിമം ഉള്ളത് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എ ബിയുടെ വാല്യൂ ബാക്കി എല്ലാ എഫ് ഓഫ് XYയെക്കാട്ടിലും വലുതായിരിക്കണം. ഇത് ലോക്കൽ മാക്സിമത്തിൻ്റെ കാര്യമാണ്. സോ എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ലോക്കൽ മാക്സിമം എങ്കിൽ എ ബിയുടെ നെയ്ബർഹുഡിലുള്ള അല്ലെങ്കിൽ എ ബിയുടെ അടുത്തുള്ള എല്ലാ പോയിന്റ്സിനെക്കാട്ടിലും വലുതായിരിക്കണം ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എ ബി. ഇതാണ് ലോക്കൽ മാക്സിമം. അതാണ് ഇവിടെ അടുത്തുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള അടുത്തുള്ള പോയിന്റ്സിനെ നമ്മൾ ഓപ്പൺ ഡിസ്ക് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഡെഫിനേഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. സിമിലർലി എഫ് ഓഫ് എ ബി ഈസ് സെഡ് ടു ബി ദ ലോക്കൽ മിനിമം വാല്യൂ ഓഫ് എഫ് if f of AB less than or equal to f of XY for all
ഡൊമൈൻ പോയിന്റ്സ് എക്സ് വൈ ഇൻ ദ ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് എ ബി. അതായത് ലോക്കൽ മിനിമം ആകണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ ബിയുടെ വാല്യൂ ആയിരിക്കണം ഏറ്റവും ചെറുത്. ദാറ്റ്സ് ദി ഐഡിയ. So f of ab is the local minimum value of f if f of ab less than or equal to f of xy for all domain points xy in the open disk centered at ab. അതായത് എഫ് ഓഫ് എ ബിയിലാണ് ഏറ്റവും ചെറിയ വാല്യൂ എങ്കിൽ എഫ് ഓഫ് എ ബിയുടെ വാല്യൂ ബാക്കി എല്ലാ എഫ് ഓഫ് എക്സ് വൈയെക്കാട്ടിലും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഇൻ സം ഫോർ എവറി പോയിന്റ്സ് എക്സ് വൈ in the neighborhood of AB. In the neighborhood means in the open disk centered at AB. Okay, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ദ ഐഡിയ ഈസ് let us consider a function f defined on some region R. So this is the region. Pictorially, this is the region. So this is the xy plane, some subset of xy plane, and onto a set of all real numbers, the number line R. So this is the function. So AB is somewhat this point. The idea is AB എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് വെച്ചാൽ എ ബിയുടെ നെയ്ബർഹുഡിലുള്ള പോയിന്റ്, ദിസ് ഈസ് ദ ഈ ഡിസ്കിൻ്റെ അകത്തെ പോയിൻറ്റ്സ്, ഈ വൃത്തത്തിൻ്റെ ഉള്ളിലെ പോയിൻറ്റ്സിനാണ് നമ്മൾ എ ബിയുടെ നെയ്ബർഹുഡിലുള്ള പോയിൻറ്റ്സ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഈ ഡിസ്കിൻ്റെ അകത്തെ ഏത് പോയിൻ്റ് എക്സ് വൈ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ലെറ്റ് എഫ് ഓഫ് എ ബി ഇസ് ദിസ്, ഇതാണ് എഫ് ഓഫ് എ ബി എന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ ലോക്കൽ മാക്സിമം ആണ് ഫംഗ്ഷൻ ഉള്ളതെങ്കിൽ, എ ബിക്കകത്ത് ലോക്കൽ മാക്സിമം ആണ് ഉള്ളതെങ്കിൽ ഈ ഡിസ്കിൻ്റെ അകത്തെ ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ഇമേജ്, അതിൻ്റെ എഫ് വാല്യൂ എടുക്കുമ്പോൾ ഈ എഫ് ഓഫ് എ ബിയെക്കാട്ടിലും ചെറുതായിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ നെയ്ബർഹുഡിൽ, എ ബിയുടെ ചെറിയ നെയ്ബർഹുഡിൽ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂവും എ ബി എന്ന് പറഞ്ഞ പോയിൻറ്റിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ we can easily understand that f has the local maximum at AB. ഇനി സിമിലർലി ലോക്കൽ മിനിമം ആകണമെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൻ്റെ നെയ്ബർഹുഡിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടെയുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എ ബിയെക്കാട്ടിലും വലുതാണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഏറ്റവും ചെറിയ വാല്യൂ എങ്കിൽ നമുക്ക് ആ പോയിന്റ്സിനെ ലോക്കൽ മിനിമം എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് ദ നെയ്ബർഹുഡ്, അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് എൻറ്റേർഡ് അറ്റ് എ ബി എന്ന് വെച്ചാൽ എ ബിയുടെ അടുത്തുള്ള എല്ലാ പോയിന്റ്സും. ഓക്കെ, ഇനി ഇത് ത്രൂ ഔട്ട് ഡൊമൈൻ്റെ അകത്തെ ഏത് പോയിന്റ് എടുത്തെന്ന് പറഞ്ഞാലും അവിടെ ഈ ഫംഗ്ഷൻ്റെ മാക്സിമോ മിനിമോ ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി വൺ വേരിയബിൾ ഫംഗ്ഷൻ്റെ കേസിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമോ അബ്സല്യൂട്ട് മിനിമോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിനെ രണ്ടിനെയും കൂടെ, ലോക്കൽ മാക്സിമത്തെയും ലോക്കൽ മിനിമത്തെയും കൂടെ ചേർത്ത് നമ്മൾ റിലേറ്റീവ് എക്സ്ട്രീമാസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ഈ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമം അല്ലെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമാസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ്. So this is the idea regarding, or this is the definition regarding local maximum and local minimum. So further details will be in the next lecture.